ഗുഡ് മോർണിംഗ്. സോ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ എടുത്തു വന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ് ആയിരുന്നു. നമ്മൾ രണ്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞു, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലും പറഞ്ഞു, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇൻക്വയറി ട്രെയിനിങ് മോഡലാണ്. അപ്പോൾ നമുക്കറിയാം മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് കീ കോൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 5 കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും എന്തൊക്കെയാണ്. ഫോക്കസ് ഉണ്ട്, സിൻടാക്സ് ഉണ്ട്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം. ഈ 5 കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ നമുക്കൊരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി 2 മോഡലിന്റെ ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് ഇൻക്വയറി ട്രെയിനിങ് മോഡലിൽ ഈ 5 എലമെന്റ്സ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് അറിയണം. ഇൻക്വയറി ആ പേര് തന്നെ ഉണ്ട്. നമ്മൾ എപ്പോഴാണ് ഇൻക്വയർഡ് ആവുക? നമ്മളൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇൻക്വയറി ചെയ്യുക. നമ്മൾ പെട്ടെന്ന് നമ്മൾ വഴിയൊക്കെ ചോദിച്ചു പോകുമ്പോൾ നമ്മളെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻക്വയറി ചെയ്യും. നമ്മൾ അവരുടെ കൂടെ അങ്ങ് പോകും, നമ്മൾ വഴിയൊന്നും ചോദിക്കില്ല. പക്ഷെ നമ്മൾ അതല്ല, സ്വന്തമായിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കും, എവിടെ എത്തിയാൽ എവിടേക്ക് തിരിയണം, അങ്ങനെ നമ്മൾ ഇൻക്വയറി ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഈ പ്രൊസീജിയറിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ ഇൻക്വയർ ചെയ്തിട്ട് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനെ സോൾവ് ചെയ്യാം. ഇതാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡലിന്റെ മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് റിച്ചാർഡ് സച്ച്മാൻ ആണ്.